ഹലോ മാഡം, എന്തോ പരിപാടി? ഞാനേ ഒരു അടിപൊളി ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോകട്ടോ. എനിക്ക് ചൂട് സമയത്ത് കുടിക്കാൻ എനിക്ക് വിശക്കുന്നുണ്ട്. ഡ്രിങ്ക് കിട്ടിയ ഡ്രിങ്ക് വിശപ്പ് മാറുമോ? വിശപ്പ് മാറുമോന്ന് ചോദിച്ചാൽ വിശപ്പൊക്കെ മാറുമായിരിക്കും. നമുക്ക് നോക്കാം. കുടിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കുടിച്ചപ്പോൾ നല്ലതായിരുന്നേ. ഇതാരും അങ്ങനെ കൂടുതലായിട്ട് ട്രൈ ചെയ്യാത്തൊരു സാധനമാണ് കേട്ടോ. എന്തോ സംഭവം? എന്തോ നമ്മുടെ കൂഴച്ചക്ക കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നില്ലായിരുന്നോ? ചക്കപ്പഴം. ഒരു 4-5 ചുളയുണ്ട് കേട്ടോ. എൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വെച്ചേക്കുവാണേ. ഇത് വെച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് നോർമലായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത് പിന്നെ തണുത്ത വെള്ളമാണേ. തണുത്ത വെള്ളം ഒഴിക്കണം. തണുത്ത വെള്ളം ഒഴിച്ചിട്ട് 1 ഗ്ലാസ്സിനെ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഒരല്പം പഞ്ചസാര ചേർക്കാം. കാരണം ഒരു കട്ടാമീട്ടയായിട്ട് ഇരിക്കട്ടെ, അതായിരിക്കും. ശരി, ഉപ്പ്. പിന്നെ ഉണ്ടല്ലോ, ഒരാളെ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു കാന്താരി മുളക് ചെറിയൊരെണ്ണം എടുത്തേക്കുന്നത്. ഒത്തിരി വലുതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല എരിയായിരിക്കും. അതുകൊണ്ട് ഞാൻ ചെറിയൊരു കാന്താരി മുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് മുളകിനനുസരിച്ചിരിക്കും. എരി കൂടുതൽ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ലത് വലിയൊരെണ്ണം എടുക്കാം. പക്ഷെ ഇതിപ്പോൾ ഞാൻ ചെറുതേ എടുക്കുന്നുള്ളേ. നല്ല എരി, അതുകൊണ്ട്. ഇനി നമുക്കിതിനെ ബ്ലെൻഡ് ചെയ്യാമേ. ഈ ബ്ലെൻഡർ ഉള്ളതുകൊണ്ട് എന്ത് നല്ലൊരു ഉപകാരമാണെന്നറിയാമോ? പെട്ടെന്നല്ലേ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സൂപ്പറായിട്ട് ഇത് ബ്ലെൻഡ് ആയിട്ടുണ്ട് കേട്ടോ. കേട്ടോ, അപ്പം ഇതിനകത്ത് മധുരം, ഉപ്പ്, കാന്താരിമുളക് ഇതെല്ലാം കൂടെ മിക്സപ്പായി നമ്മുടെ ചക്കയുടെ ജ്യൂസ് എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇത് ഷെയ്ക്കല്ല, ഇതിനകത്ത് ഞാൻ പാലൊന്നും ചേർക്കുന്നില്ല. ദേ, അതിനെ നമുക്ക് ഇങ്ങനെ ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് എടുത്തു. എന്നിട്ട് ഒരല്പം കസ്കസ് കൂടെ ചേർക്കാം. കസ്കസ് ഇഷ്ടമുള്ളവർക്കൊക്കെ ചേർത്താൽ മതിയേ, അത് ഓപ്ഷണലാണ്. അതുപോലെ ഐസ് ക്യൂബ് വേണമെങ്കിൽ ചേർക്കാം. കാരണം തണുത്ത വെള്ളം എടുത്തേക്കുന്നത്, അതുകൊണ്ട് ഞാനിപ്പോൾ ഐസ് ക്യൂബ് ഒന്നും ചേർക്കുന്നില്ല. പക്ഷെ ഇത് കുടിക്കാൻ ഒരു പ്രത്യേക എന്താ പറയുക, നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരി വരും, മധുരം വരും, ഉപ്പിൻ്റെ ടേസ്റ്റ് എല്ലാം കൂടെ, ചക്കയുടെ ആ ഒരു ഫ്ലേവർ, ഇതെല്ലാം കൂടെ വന്നിട്ട് ഒരു പ്രത്യേക രുചി. ഞാൻ കഴിഞ്ഞ ദിവസമാണ് വെറുതെ ഇരുന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. ഇതെൻ്റെ ഓൺ റെസിപ്പി കേട്ടോ. ഒരു പ്രത്യേക രുചിയാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല രുചിയുണ്ട് കേട്ടോ. ഇതിനി കുടിച്ച് നോക്കിയിട്ട് പറയണേ എങ്ങനെയുണ്ടെന്നേ. നമ്മുടെ കൂഴച്ചക്കയില്ലേ, കൂഴച്ചക്കയാണ് എല്ലാവരും എടുത്ത് കളയുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ ഒരു ഗസ്റ്റ് ഒക്കെ വരുമ്പോഴോ ഒക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഇതിങ്ങനെ എല്ലാവരും ഈ കടയിൽ നിന്നൊക്കെ മേടിച്ച് അതിൻ്റെ പൾപ്പൊക്കെ വെച്ചിട്ടൊക്കെ ഉപയോഗിക്കത്തില്ല. ഇത് നമുക്ക് ഫ്രീസറിൽ വേണമെങ്കിൽ യൂസ് ചെയ്യും. ഫ്രീസറിൽ നമുക്കിതിൻ്റെ പൾപ്പ് എടുത്ത് വെച്ചിട്ട് പിന്നെ അത് നമുക്ക് ജ്യൂസാക്കി കുടിക്കാവുന്നേ ഉള്ളൂ. കുറേ നാൾ കഴിയുമ്പോഴൊക്കെ ആണെങ്കിലും അത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. നല്ല ഡ്രിങ്കാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് പറയണം. ഇതിൻ്റെ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ, എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ, സീ യു.